ഓം ഹ്രീം മഹാമായേ. മാതാജി, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. ഇങ്ങനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. ഗുണ്ടാപ്പണിയൊക്കെ നിർത്തി മര്യാദയ്ക്ക് വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞ് ഞാൻ മടുത്തു. ഒന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ പോലീസുകാരെ കയറി വെല്ലുവിളിച്ചേക്കുക. ആ പോലീസുകാരുടെ കൈ കിട്ടിയാൽ അറിയാലോ മാതാജി, കീഴടങ്ങാൻ പറഞ്ഞാൽ കേൾക്കില്ല. പോലീസുകാർ പിടിക്കട്ടെ എന്നുള്ള വാശിയിലാണ്. മാതാജി എങ്ങനെയും പറഞ്ഞൊന്ന് ഉപദേശിച്ച് നേരെയാക്കണം. മാതാജിയുടെ ഒരൊറ്റ ഉപദേശം മതി. എനിക്ക് ഉറപ്പാ പുള്ളിയുടെ മനസ്സ് മാറും. ഞാൻ ഉപദേശിച്ചാൽ ഇയാള് മാറുമോ? പോലീസുകാരെയൊക്കെ അല്ലേ വെല്ലുവിളിച്ചേക്കണേ. എനിക്ക് മാതാജിയെ വിശ്വാസമാണ്. ഒന്ന് ഉപദേശിച്ചാൽ മതി, ഒറ്റ പ്രാവശ്യം ഉപദേശിച്ചാൽ മതി. മാതാജിയുടെ വാക്കുകളുടെ ശക്തി മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. മാതാജി കൈവെടിയരുത്, ഒന്ന് ഉപദേശിക്കണം. തെറ്റായ വഴിയിലൂടെ പോകുന്ന ഇയാളെ ഒന്ന് നേർവഴിക്ക് നടത്തണം. മാതാജി കൈവെടിയരുത്, ഉപേക്ഷിക്കരുത്. എന്താ തന്റെ പേര്? നകുലൻ വാളോങ്ങി. ഇയാൾ തെറ്റായ വഴിയിലൂടെ പോകുന്നതാണ് കുട്ടിയുടെ പ്രശ്നം അല്ലേ? അതെ മാതാജി, ഒന്ന് ഉപദേശിച്ച് നേരെയാക്കണം. നകുലൻ വാളോങ്ങി, താൻ ഞാൻ പറയുന്ന അങ്ങോട്ട് ശ്രദ്ധിക്കുക. തനിക്കറിയോ, ഗ്യാസ് എന്ന് പറയുന്ന സാധനം ഉത്ഭവിക്കുന്നത് നമ്മുടെ ഈ വയറിലാണ്. അതിന്റെ ഗതി മേപ്പോട്ടും കീഴ്പോട്ടും. മേപ്പോട്ട് പോകുന്നതിനെ ഏമ്പക്കമെന്നും കീഴ്പോട്ട് പോകുന്നതിനെ കീഴ്ശ്വാസം എന്നും പറയും. കുട്ടി, 4 പേരിരിക്കുന്ന സദസ്സിൽ ഒരാൾ ഏമ്പക്കം വിട്ടാൽ അയാളെ മര്യാദ ഇല്ലാത്തവനെന്ന് ആരും പറയില്ല. എന്നാൽ അതേ ആൾ 4 പേരിരിക്കുന്ന ഒരു സദസ്സിൽ കീഴ്ശ്വാസം വിട്ടാലോ പോയില്ലേ? അയാളോടുള്ള എല്ലാ ആദരവും ബഹുമാനവും പോയില്ലേ? ഉത്ഭവിച്ചത് ഒരു സ്ഥാനത്തുനിന്ന്. പക്ഷെ ഏമ്പക്കത്തിന് കിട്ടുന്ന മര്യാദ കീഴ്ശ്വാസത്തിന് കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? പറയൂ കുട്ടി, എന്തുകൊണ്ടാ? കാരണം അത് തെറ്റായ മാർഗത്തിലൂടെ പോയതുകൊണ്ട്. ഒരേ സാധനം തന്നെ 2 വഴിയിൽ കൂടെ പോയപ്പോൾ ഒന്നിന് ലഭിച്ച മര്യാദ മറ്റേതിന് ലഭിച്ചില്ല. കാരണം ആ ഗ്യാസ് തെരഞ്ഞെടുത്ത വഴി തെറ്റായിപ്പോയി. അതുകൊണ്ട് തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച് വിശ്വാസത്തിനെ പോലെ അപമാനിതനാവാതെ ഏമ്പക്കത്തിനെ പോലെ നേർവഴിക്ക് നടക്കണം. മോനെ നകുല വാളോങ്ങി, അവൻ നന്നാവൂ. ഇത്ര ഉപദേശിച്ചാ പോരെ മോളെ? ഹലോ, പോത്തങ്കൽ CI അല്ലേ? ഞാൻ വാളോങ്ങി. ഞാൻ കീഴടങ്ങിക്കോളാം. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു കൊലപാതകം നടക്കും. എനിക്ക് കൊലക്കേസ് പ്രതിയാവാൻ താല്പര്യമില്ല. കണ്ടോ അവന്റെ മനസ്സ് മാറിയ? കണ്ടോ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഓം ഹ്രീം നിർഗുണായേ നമഃ. സാറേ, വേഗം വന്നില്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ